ഹേ ഗായസ്, അപ്പം നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ വെച്ചൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവാള കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ചിക്കൻ കൊണ്ട് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഓയിൽ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അപ്പോൾ ഇതിലേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചൂടായി വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിങ്ങനെ ഒന്ന് വഴന്ന് വരുന്നത് വരെ. അപ്പം എനിക്കിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പം ഞാൻ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഓരോ പല പല വെറൈറ്റി രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇട്ടത്. വേറെയും കുറേ ആൾക്കാർ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വെറുതെ പറയുക തന്നെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഒന്ന് കളറ് മാറി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു എന്തതിന് പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല, പേരൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ ഇട്ടോട്ടാ. അപ്പോൾ ഒരു എളുപ്പത്തിലുള്ളൊരു സംഭവം തന്നെയാണിത്. ഇനി നമുക്കതിലേക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സോസൊക്കെ ഇനിയും വേണമെന്നാണ് വെച്ചെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം എല്ലാം ഇട്ട് കൊടുത്ത് സെറ്റാക്കുക. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ തിന്നാണ്ടല്ലോ, ആയിവ സ്വർഗം, അടിപൊളിയാണ്. ഞാൻ പിന്നെ ഹോട്ടലുകാരൊക്കെ കാണിക്കുന്ന പോലെ കുറച്ച് അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ രീതികൾ പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ബൈ.